Once again, all of you, welcome back to my YouTube channel. So today we are going to continue the same topic that we discussed in our previous class. The topic is balancing of chemical equations. Okay, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ അതേ ടോപ്പിക് തന്നെ ഒന്നും കൂടെ കണ്ടിന്യൂ ചെയ്യാൻ പോവുകയാണ്. കാരണം ജസ്റ്റ് ഒരു ട്രയൽ മാത്രമേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളായിരുന്നു. സോ നമ്മൾ അതേ ടോപ്പിക് തന്നെ വീണ്ടും ഒന്ന് കണ്ടിന്യൂ ചെയ്യുകയാണ്. എന്നാൽ മാത്രമേ കറക്റ്റ് അതിൻ്റെ ഒരു ബേസിൽ നിങ്ങൾ എത്തുകയുള്ളൂ. സോ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. തുടക്കമാണ്, എല്ലാവരും എന്നോടൊപ്പം ഉണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾ ഉഷാറാണല്ലോ, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ, സോ ടുഡേ വി ആർ considering another equation for balancing. The equation is iron reacts with water to form iron oxide and hydrogen gas. Okay, so our equation is iron reacts with water to form iron oxide and hydrogen gas. So നമ്മുടെ reactants എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? Iron and water are the reactants, and then iron oxide and hydrogen are the products. അപ്പൊ നമുക്ക് ഇതാണ് എന്ത് ചെയ്യേണ്ടത്? ബാലൻസ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മുടെ ഇവിടെ ഉപയോഗിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഹിറ്റ് ആൻഡ് ട്രയൽ മെത്തേഡ്. ദ മെത്തേഡ് ദാറ്റ് വി യൂസ്ഡ് ടു ബാലൻസ് ദ ഇക്വേഷൻ ഈസ് ഹിറ്റ് ആൻഡ് ട്രയൽ മെത്തേഡ്. നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഏത് മെത്തേഡാണ്? ഹിറ്റ് ആൻഡ് ട്രയൽ മെത്തേഡ്. അപ്പം ഈ ഹിറ്റ് ആൻഡ് ട്രയൽ മെത്തേഡിൽ നമുക്ക് 3 കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ഫസ്റ്റ്ലി വി നീഡ് ടു റൈറ്റ് ദ ഇക്വേഷൻ ഇൻ ദ സ്കെലിറ്റൽ ഫോം. അപ്പൊ നമുക്ക് സ്കെലിറ്റൽ ഇക്വേഷനിലേക്ക് തന്നിരിക്കുന്ന വേർഡ് ഇക്വേഷൻ എന്ത് ചെയ്യണം? കൺവേർട്ട് ചെയ്യണം. Second, we need to draw one column for tabulating the number of reactants and products. നമുക്കൊരു കോളം വരച്ചിട്ട് റിയാക്ടൻസിന്റെ എണ്ണവും പ്രോഡക്ട്സിന്റെ എണ്ണം അതിനകത്ത് എന്ത് ചെയ്യണം? ടാബുലേറ്റ് ചെയ്ത് കൊടുക്കണം. തേർഡ്, we need to equalize the number of atoms in reactant side and in product side. ഈ റിയാക്ടൻസിന്റെ എണ്ണവും പ്രോഡക്ട്സിന്റെ എണ്ണവും നമുക്ക് എന്ത് ചെയ്യണം? ഈക്വൽ ആക്കി മാറ്റണം. ഈ 3 കാര്യമാണ് നമ്മൾ എവിടെ ചെയ്യുന്നത്? ഹിറ്റ് ആൻഡ് ട്രയൽ മെത്തേഡിൽ ചെയ്യുന്നത്. ഫസ്റ്റ് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. We need to write the skeletal equation. Second one, we need to tabulate the number of reactants and products. Third, we need to equalize the number of reactants and products. അപ്പം ഫസ്റ്റ് നമ്മൾ ഇവരുടെ സ്കെലിറ്റൽ ഫോം എഴുതുന്നു. സെക്കൻഡ് ഒരു കോളം വരച്ചിട്ട് റിയാക്ടൻസിന്റെ എണ്ണവും പ്രോഡക്ട്സിന്റെ എണ്ണവും അതിനകത്ത് കൊടുക്കുന്നു. തേർഡ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ റിയാക്ടൻസിനകത്ത് ആറ്റംസിന്റെ എണ്ണവും പ്രോഡക്ട്സിനകത്ത് ആറ്റംസിന്റെ എണ്ണവും നമുക്ക് എന്ത് ചെയ്യണം? ഒന്ന് ഈക്വലൈസ് ചെയ്യണം. അതാണ് നമ്മൾ എവിടെ ചെയ്യുന്നത്? ബാലൻസിങ് ഓഫ് കെമിക്കൽ ഇക്വേഷനിൽ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇവിടുത്തെ സ്കെലിറ്റൽ ഫോമിലാണ് ഞാനിപ്പോ ഇക്വേഷൻ എഴുതിയിരിക്കുന്നത്. Fe മീൻസ് എന്താണ്? അയൺ. H2O വാട്ടർ. അപ്പം Fe ആൻഡ് വാട്ടർ ആർ ദ റിയാക്ടൻസ്, ദെൻ അയൺ ഓക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ ആർ ദി പ്രോഡക്ട്സ്. അപ്പൊ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം? ഒരു ഫോം മീൻസ് ഒരു ടാബ്ലേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് റിയാക്ടൻസ് ആയിട്ടുള്ള, ഞാനിവിടെ നമ്പർ ഓഫ് ആറ്റംസ് ആണോ നമുക്ക് കൊടുക്കേണ്ടത്, പക്ഷെ ഞാനിവിടെ എന്ത് കൊടുക്കുന്നു? എലമെന്റ്സിന് ഒരു ഷോർട്ട് ഫോം ഇ എന്നേ അവിടെ കൊടുക്കുന്നുള്ളൂ. പിന്നെ എന്താണ്? ഇത് ഏത് ഫോം ആയിരുന്നു? നമ്മുടെ LHS എന്ന സൈഡാണ് LHS. ഇത് ഏതായിരുന്നു? RHS. ഇത് നമ്മുടെ RHS. അപ്പം LHSഉം RHSഉം വരച്ച് നമുക്കൊന്ന് കൊടുക്കാം. അപ്പം ഫസ്റ്റ് എലമെന്റ് ഏതൊക്കെയുണ്ട്? ഇപ്പൊ ഫസ്റ്റ് എലമെന്റ്സ്, ഇത് LHSൽ എത്ര ആറ്റംസ് ഉണ്ടെന്ന് എഴുതാനും ഇത് RHSൽ എത്ര ആറ്റംസ് ഉണ്ടെന്ന് എഴുതാനാണ് നമ്മളിത് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇവിടുത്തെ എലമെന്റ്സ് റിയാക്ടൻസ് സൈഡിലുള്ളതും പ്രോഡക്റ്റ് സൈഡിലുള്ളതും എന്താണ്? ഒരേ എലമെന്റ്സ് തന്നെയാണ് അല്ലെ? അവർക്ക് മാറ്റമൊന്നും ഇല്ല. ഫസ്റ്റ് എലമെന്റ് ഏതാണ്? Fe. ഇപ്പൊ ഫസ്റ്റ് എലമെന്റ് Fe മീൻസ് ഏത് എലമെന്റ് ആണ്? അയൺ. ഓക്കെ, സെക്കൻഡ് H2O മീൻസ് അതിനകത്ത് ഏതൊക്കെ എലമെന്റ്സ് ഉണ്ട്? ഹൈഡ്രജനും ഉണ്ട്, ഓക്സിജനും ഉണ്ട്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ചെയ്ത് കൊടുക്കാം ഹൈഡ്രജൻ, സെക്കൻഡ് ഓക്സിജൻ കൊടുക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യണം? റിയാക്ടൻ സൈഡിൽ ഇവർക്ക് എത്ര എണ്ണം ഉണ്ട്? എത്ര ആറ്റം അയൺ ഉണ്ട്, എത്ര ആറ്റം ഓക്സിജൻ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട് എന്ന് നമുക്കൊന്ന് എണ്ണി നോക്കാം. സോ Fe എത്ര എണ്ണയേ ഉള്ളൂ? അപ്പൊ നമുക്ക് ഇതിനെ ഒരു ബോക്സിലാക്കി കൊടുക്കാം. കാരണം ഈ ബോക്സിനുള്ളില് ഇൻസൈഡ് ദ ബോക്സ് വി കാൺ മേക്ക് എ ചേഞ്ച്. അപ്പം ഈ ബോക്സിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? യാതൊരു ചേഞ്ചും വരുത്താൻ സാധിക്കത്തില്ല. ഈ ബോക്സിന് വെളിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കോഎഫിഷ്യന്റ് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യേണ്ടത്. ഇൻസൈഡ് ദ ബോക്സ് വി കാൺ മേക്ക് എ ചേഞ്ച്. ഈ ബോക്സിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? യാതൊരു ചേഞ്ചും വരുത്താൻ സാധിക്കത്തില്ല. ഇതിന് വെളിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കോഎഫിഷ്യൻസ് കൊണ്ട് നമുക്ക് മൾട്ടിപ്പിൾ ചെയ്യേണ്ടത്. അപ്പം റിയാക്ടൻ സൈഡിൽ എത്ര Fe ഉണ്ട്? ഒരെണ്ണമേ ഉള്ളൂ. ബട്ട് ഇൻ ദ പ്രോഡക്റ്റ് സൈഡ് ഹൗ മെനി Fe ആർ ദെയർ? Fe3 എന്നാണ് കൊടുത്തിരിക്കുന്നത് അല്ലെ? അപ്പൊ പ്രോഡക്റ്റ് സൈഡിൽ എത്ര Fe ഉണ്ട്? 3 Fe ഉണ്ട്. ദെൻ റിയാക്ടൻ സൈഡിൽ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2. ഓക്കെ, ദെൻ പ്രോഡക്റ്റ് സൈഡിൽ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2. ദെൻ ഓക്സിജൻ ഒന്ന് നോക്കാം. എത്ര ഓക്സിജൻ ഉണ്ട് റിയാക്ടൻ സൈഡിൽ? ഒരു ഓക്സിജനേ ഉള്ളൂ. എത്ര ഓക്സിജൻ ഉണ്ട്? ഒരു ഓക്സിജനേ ഉള്ളൂ. ബട്ട് ഇൻ പ്രോഡക്റ്റ് സൈഡ് എത്ര ഓക്സിജൻ ഉണ്ട്? 4 ഓക്സിജൻ ഉണ്ട്. അപ്പം നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി ഇക്വേഷൻ എന്തല്ല?
The equation is not balanced. Equation നമുക്ക് ഇവരുടെ എണ്ണം വെച്ച് നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും ഇവരെന്തല്ല balanced അല്ല. Means in the reactant side the number of Fe is 1, but in product side 3. Then hydrogen reactant side 2, and in product side also 2. Then oxygen in reactant side 1, but in product side 4. So we need to balance the equation. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? കോഎഫിഷ്യന്റ് വെച്ച് അതിനെ ഒന്ന് മൾട്ടിപ്പിൾ ചെയ്യണം. ഫസ്റ്റ് നമുക്ക് Fe തന്നെ കൺസിഡർ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് വി നീഡ് ടു കൺസിഡർ Fe. അപ്പം ഇവിടെ എത്ര Fe ഉണ്ട്? ഇൻ ദ പ്രോഡക്റ്റ് സൈഡ് 3 Fe atoms are there. Means 3 iron atoms are there in the product side, but in reactant side only 1 Fe is there. So inside the box we can't make a change. ഈ ബോക്സിനുള്ളിൽ നമുക്ക് ഇനി യാതൊരു മാറ്റം എന്ത് ചെയ്യാൻ പറ്റില്ല, വരുത്താൻ സാധിക്കത്തില്ല. ഇവിടെ 3 ഉണ്ട്, but in reactant side just 1. അപ്പൊ നമുക്ക് എത്ര കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം? ഈ 1 നമുക്ക് എത്രയായി മാറണം? 3 ആയിട്ട് മാറണം. സോ വി നീഡ് ടു മൾട്ടിപ്ലൈ വിത്ത് 3. 1 into 3 is equal to നമുക്ക് എത്ര കിട്ടും? 3. Okay, 1 into 3 is equal to 3. So we can put here 3. Now the number of Fe in reactant side and in product side is equal, isn't it? Now the number of Fe in reactant side and in product side is equal. Then we need to consider oxygen. Okay, we need to consider oxygen. How many oxygen atoms are there in the product side? There are 4 oxygen atoms. Okay, in product side there are 4 oxygen atoms, but in reactant side just 1. So we need to multiply with 4, isn't it? We need to multiply with 4. Then the answer is 4. അപ്പം ഈ ഓക്സിജൻ ഏതിലാ വരുന്നത്? വാട്ടറിന്റെ കൂടെയാണ് വരുന്നത്. സോ വി നീഡ് ടു മൾട്ടിപ്ലൈ ഹിയർ വിത്ത് 4. ഇവിടെയാണ് നമ്മൾ എത്ര കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യേണ്ടത്? 4 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യേണ്ടത്. അപ്പൊ ഈ 4 ഈ എന്താ ബോക്സിന് വെളിയിലാണ് വരുന്നത് എന്ന് വെച്ചാൽ 4 ഹൈഡ്രജനും ഓക്സിജനെയും ബാധിക്കും എന്നാണ് അതിന്റെ അർത്ഥം കേട്ടോ. അപ്പൊ ഇപ്പൊ എത്ര ഓക്സിജൻ ആയിട്ടുണ്ട്? 4 ഓക്സിജൻ. ബട്ട് ദ നമ്പർ ഓഫ് ഹൈഡ്രജൻ എത്രയായി ഇപ്പൊ നിൽക്കുന്നത്? ഈ 4 into 2 ഒന്ന് ചെയ്ത് നോക്കണം. അപ്പം 4 into 2 is equal to എത്ര വരുന്നുണ്ട്? 8 hydrogen atoms are there in the reactant side, but there is just 2 hydrogen atoms are there in the product side. So we need to multiply here with 4. Okay, 4. Then the answer is 8. Means here the answer is 4 H2. Okay, I think you got the answer. Firstly we need to write the skeletal equation. Then we need to tabulate the number of reactants and products in a box. Then we need to multiply the suitable coefficients for the reactant side and product side to equalize the number of atoms. ആദ്യം നമുക്ക് അതിന്റെ skeletal equation ഒന്ന് എഴുതണം. സെക്കൻഡ് അതൊരു കോളം വരച്ച് നമ്മൾ അതിനെ ബോക്സിനുള്ളിലാക്കി. തേർഡ് എന്താണ്? ഈ റിയാക്ടന്റ് സൈഡിനെയും പ്രോഡക്റ്റ് സൈഡിനെയും ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ട്, ആറ്റംസിന്റെ എണ്ണം ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? സ്യൂട്ടബിൾ ആയിട്ടുള്ള കോഎഫിഷ്യൻസ് വെച്ച് അതിനെ ഒന്ന് മൾട്ടിപ്പിൾ ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഈ ബാലൻസ്ഡ് ഇക്വേഷൻ ഒന്ന് എടുത്തെഴുതാം. ദ ആൻസർ ഈസ് 3Fe plus 4H2O gives Fe3O4 plus 4H2. We need to confirm the answer. അല്ലെ, നമുക്കതൊന്നും എന്ത് ചെയ്യണം? കൺഫേം ചെയ്ത് നോക്കാം. നമുക്ക് ഒന്നും കൂടെ ഒരു ബോക്സ് വരച്ച് എലമെന്റ്സും LHSഉം RHSഉം ഒന്ന് എഴുതി അത് ഈക്വൽ ആയോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം എലമെന്റ്സ് ഏതൊക്കെ ഉണ്ടായിരുന്നു? ഫസ്റ്റ് എലമെന്റ് ഏതാണ്? Fe. ഓക്കെ, Fe മീൻസ് അയൺ. സെക്കൻഡ് ഹൈഡ്രജൻ. തേർഡ് ഓക്സിജൻ. എത്ര Fe ഉണ്ട്? 3. നമ്മൾ ബാലൻസ് ചെയ്തതിന് ശേഷം 3 Fe in the reactant side and 3 Fe in the product side. Okay, now the number of atoms of Fe in reactant side and in product side are equal. Then next hydrogen. Okay, 4 into 2 is equal to 8. 4 into 2 is equal to 8. Here is also 4 into 2 is equal to 8. So hydrogen balanced. Then third oxygen. So 4 into 1 is 4. Here is also 4. Now the equation is balanced. Okay, now the equation is balanced. I think you got the idea how to balance the equation. First നമുക്കത് എന്ത് ചെയ്യണം? സ്കെലിറ്റൽ ഫോമിൽ എഴുതണം. Second we need to tabulate the numbers. Then third we need to multiply with the coefficients. I think you got the idea. Okay, next we need to
consider another equation for balancing. Okay, next we need to consider another equation for balancing. And one more thing, the detailed notes are given in the description box. Okay, എല്ലാ ക്ലാസ്സുകളുടെയും ഡീറ്റെയിൽഡ് നോട്ട്സ് ഞാൻ എവിടെ കൊടുത്തിട്ടുണ്ട്? ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അഥവാ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാം? ചെക്ക് ചെയ്ത് നോക്കാം. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട്സ് ആണ് ഞാൻ അവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് CH4. Okay, second equation CH4 plus O2. O2 gives a CO2 plus H2O. Okay, second our equation CH4 plus O2 gives a CO2 plus H2O. So this equation is in the form of skeletal, isn't it? The equation is in the form of skeletal. നമ്മൾ equation ഏത് ഫോമിലാണ് കൊടുത്തിരിക്കുന്നത്? skeletal equation ആ ഒരു ഫോമാറ്റിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് സെക്കൻഡ് നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ നമുക്ക് ഈ റിയാക്ടൻസിനെ എല്ലാം ഓൾറെഡി എന്ത് ചെയ്യാം? ബോക്സിനകത്ത് അങ്ങ് ആക്കാം. റിയാക്ടൻസിനെയും പ്രോഡക്ട്സിനെയും നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തു? ബോക്സിനുള്ളിൽ അങ്ങ് പ്ലേസ് ചെയ്തു. ഇനി വേണം നമുക്ക് എന്ത് ചെയ്യാം? ബോക്സ് വരയ്ക്കാം. ഓക്കെ, ഫസ്റ്റ് എലമെന്റ്സ് ഉണ്ട്. നെക്സ്റ്റ് LHS, നെക്സ്റ്റ് എന്താണ്? RHS, സെക്കൻഡ് RHS. ഇപ്പൊ എലമെന്റ്സ് ഏതൊക്കെയാ? The first element is carbon, isn't it? First element carbon, second one hydrogen, and third one oxygen. അല്ലേ? എലമെന്റ്സ് ഏതൊക്കെയാണ്? CH4 means ഏതാണെന്നറിയാമോ? മീഥെയിൻ. ഓക്കെ, CH4 means മീഥെയിൻ. ഇക്വേഷൻ ഏതാന്ന് വെച്ചാൽ, ആ റിയാക്ഷൻ ഏതാന്ന് വെച്ചാൽ എന്താണ്? മീഥെയിൻ, ബേണിംഗ് ഓഫ് മീഥെയിൻ ആണ് കേട്ടോ. അപ്പം മീഥെയിൻ റിയാക്ട്സ് വിത്ത് ഓക്സിജൻ ടു ഫോം കാർബൺ ഡയോക്സൈഡ് ആൻഡ് വാട്ടർ. ഇപ്പൊ നമുക്ക് അവിടെ എണ്ണം ഒന്ന് എടുക്കാം. എത്ര കാർബൺ ഉണ്ട് റിയാക്ടന്റ് സൈഡില്? ജസ്റ്റ് 1. ആൻഡ് ഇൻ പ്രോഡക്റ്റ് സൈഡ് ഓൾസോ 1. നെക്സ്റ്റ് hydrogen. How many hydrogen are there in the reactant side? 4 hydrogen, but in product side just 2. Product side 2. Then the number of oxygen here 2. How many oxygen are there? 2. Then in product side 2 plus 1 is equal to 3. 2 plus 1 is equal to 3. Dana before the balancing. Alle? Before balancing, the number of carbon atom, just 1 in the reactant side and also 1 in the product side. Then hydrogen 4 in reactant side and 2 in product side. Then oxygen 2 in reactant side and 3 in product side. So equation endalla? Not balanced. We need to balance the equation. Appo carbon ഏകദേശം ബാലൻസ്ഡ് ആയിട്ടൊരു ഫോമാറ്റിലാണ് കിടക്കുന്നത്. അപ്പൊ നമുക്ക് ഏത് കൺസിഡർ ചെയ്യാം? ഹൈഡ്രജൻ കൺസിഡർ ചെയ്യാം. ഓക്കെ, ഹൈഡ്രജൻ ഒന്ന് കൺസിഡർ ചെയ്യാം. എത്ര ഹൈഡ്രജൻ ഉണ്ട് റിയാക്ടന്റ് സൈഡില്? 4 ഹൈഡ്രജൻ ഉണ്ട്. പ്രോഡക്റ്റ് സൈഡിൽ എത്രയേ ഉള്ളൂ? 2 ഉള്ളൂ. സോ നമുക്ക് ഇതിനെ എത്ര ആക്കി മാറ്റണം? 4 ആക്കി മാറ്റണമെങ്കിൽ നിങ്ങൾ എത്ര കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യും? വി നീഡ് ടു മൾട്ടിപ്ലൈ ഹിയർ വിത്ത് 2 അല്ലേ? നമ്മൾ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കും? 2 കൊണ്ട്. ഇപ്പൊ എത്രയായി മാറി? 4 ആയിട്ട് മാറി. സോ വി ജസ്റ്റ് പ്ലേസ് 2. ഓക്കെ, അപ്പൊ എത്ര നമ്മൾ അവിടെ കൊടുത്തു? 2. ഇപ്പം ഹൈഡ്രജന്റെ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ റിയാക്ടന്റ് സൈഡ് ആൻഡ് പ്രോഡക്റ്റ് സൈഡ് എത്രയായി മാറി? 4 ആയിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് ഓക്സിജൻ. നമ്മൾ ഈ 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ എത്ര ഓക്സിജൻ ആയി? 2 + 2 ആയിട്ടുണ്ട് അല്ലെ? 2 + 2 മീൻസ് എത്രയായി? നമുക്ക് പ്രോഡക്റ്റ് സൈഡില് ഓക്സിജന്റെ എണ്ണം 3 മാറി 4 ആയിട്ട് വന്നു. 3 മാറി 4 ആയി. ഓക്കെ, സോ ബട്ട് ഇൻ റിയാക്ടന്റ് സൈഡ് ഇറ്റ്സ് ജസ്റ്റ് 2. റിയാക്ടന്റ് സൈഡിൽ എത്രയേ ഉള്ളൂ? 2 ഉള്ളൂ. അപ്പൊ നമ്മൾ എത്ര ഉണ്ട്? ഈ 2നെ നമുക്ക് എത്ര ആക്കണം? 4 ആക്കണം. സോ വി നീഡ് ടു മൾട്ടിപ്ലൈ വിത്ത് 2. സോ നൗ it's 4. So here is also 2. Okay. ഇനി നമുക്ക് ആ ബാലൻസ്ഡ് ഇക്വേഷൻ ഒന്ന് എടുത്ത് എഴുതി നോക്കിയാലോ? CH4 plus 2O2 gives a CO2 plus 2H2O. നമുക്ക് അതിൻ്റെ ഒന്ന് ബാലൻസ്ഡ് ആ ഇക്വേഷൻസ് ഒന്ന് കൂടെ എഴുതി നോക്കാം. Okay, so the number of carbon, hydrogen and oxygen. Okay, now the equation is balanced form. So we go to recheck it. So the number of carbon atom in reactant side is 1 and also in product side is 1. Then hydrogen 4. How many hydrogen atoms are there? 4. Then in product side 2 into 2 is equal to 4. Okay. Then oxygen 2 into 2 is equal to
4 and 2 plus 2 is equal to 4. Okay, now the equation is balanced. I think you got the idea about balancing of equation. നിങ്ങൾക്ക് ബാലൻസിങ് ഓഫ് ഇക്വേഷൻ എന്നൊരിതിൽ ഒരു ഐഡിയ കിട്ടി എന്ന് ഞാൻ കരുതുന്നു. ഇഫ് യു നീഡ് മോർ എക്സാമ്പിൾസ് ഐ വിൽ ഗീവ് ദ എക്സാമ്പിൾസ് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ ബോക്സ്. യു ക്യാൻ ചെക്ക് ഇറ്റ്. സോ നമ്മൾ ഇന്ന് പഠിച്ചത് ബാലൻസിങ് ഓഫ് ഇക്വേഷൻ എന്നതിന്റെ കണ്ടിന്യൂവേഷൻ ആയിരുന്നു. നമ്മൾ മെത്തേഡ് എന്ന് പറയുന്നത് ഹിറ്റ് ആൻഡ് ട്രയൽ മെത്തേഡ് ആണ്. നമുക്ക് ചെയ്യേണ്ട രീതി ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് എന്ത് ചെയ്യണം, ആ ഇക്വേഷനെ നമുക്ക് സ്കെലിറ്റൽ ഫോമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. സെക്കൻഡ് അവരുടെ എണ്ണം ടാബുലേറ്റ് ചെയ്യണം. തേർഡ് സൂട്ടബിൾ ആയിട്ടുള്ള കോഎഫിഷ്യൻസ് കൊണ്ട് നമുക്ക് അത് എന്ത് ചെയ്യണം, ഒന്ന് മൾട്ടിപ്പിൾ ചെയ്ത് നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ദ റിയാക്ടന്റ് സൈഡ് ആൻഡ് പ്രോഡക്റ്റ് സൈഡ് മേക്ക് ഈക്വൽ. അത്രയുമേ നമ്മൾ എവിടെ ചെയ്യുന്നുള്ളൂ, ബാലൻസിങ് ഓഫ് ഇക്വേഷനിൽ ചെയ്യുന്നുള്ളൂ. സോ ദ ഡീറ്റെയിൽഡ് നോട്ട്സ് ആർ ഗിവൺ ഇൻ ദ ഡിസ്ക്രിപ്ഷൻ ബോക്സ്. You can check it. Okay, so നമ്മുടെ 5ാമത്തെ ക്ലാസ് ആണ്. നിങ്ങൾക്ക് ക്ലാസ് യൂസ്ഫുൾ ആവുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.